ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ ഉച്ചയായി ചോറ് വാർക്കാൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചോറ് വാർക്കുന്നതിനിപ്പുറം നല്ല ചൂട് ചോറും കഞ്ഞിവെള്ളവും കൂടെ ഒരു ചട്ടിയിലോട്ടെടുത്ത് മാറ്റി വെക്കണം. നാളെ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ പഴങ്കഞ്ഞി കുടിക്കാൻ ഉണ്ടാക്കി വെക്കാറ്. തിളച്ച ചോറും കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് ചട്ടി മാറ്റി വെക്കും. അപ്പോൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പം മത്തിക്കൊക്കെ മുട്ടയുണ്ട്. അപ്പോൾ മത്തി കറി വെച്ച് വെക്കണം. അപ്പോൾ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി കുടംപുളി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. അതിന് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് കടുക് നന്നായി പൊട്ടി വന്നപ്പോഴത്തേക്കും ഉലുവയും പൊട്ടിച്ച് സാധാ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് അരപ്പൂക്കിയിട്ട് അതൊക്കെ മൂപ്പിച്ചെടുത്ത് നല്ല പോലെ മത്തി കറി വെച്ച് വറ്റിച്ച് വെക്കുകയാണ്. ഇതും ഈ ചോറും ഞാൻ തലേന്ന് റെഡിയാക്കി വെക്കുകയാണ് നാളെ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചാറൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മത്തി ഇട്ട് കൊടുത്ത് നല്ല രുചിയുള്ള മത്തിയായിരുന്നേ. മത്തിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ മത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കുവരാം കേട്ടോ. നല്ല പോലെ തുണി കൂട്ടി ചട്ടി എടുത്തിട്ട് ചുറ്റിച്ച് വെക്കും, അല്ലെങ്കിൽ മീൻ കുടഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല പോലെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി മത്തി വെന്ത് കഴിഞ്ഞ് അടച്ചത് മാറ്റി വെച്ചിട്ട് നമുക്ക് കഞ്ഞിയുടെ പരിപാടിക്ക് പോവാം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ആക്കി വെച്ചതുകൊണ്ട് ഇപ്പം അതെല്ലാം തണുത്ത് നല്ല സെറ്റായിരിക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നിറച്ച് കുഞ്ഞുള്ളി ഇട്ട് വെക്കും. ഞാനിത് തലേന്ന് രാത്രി സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അൽമറായിയുടെ നല്ല കട്ട തൈരാട്ടോ ഞാൻ ഒഴിച്ച് വെക്കുന്നത്. നല്ല തൈരാട്ടോ, അൽമറായിയുടെ നല്ല പുളിയില്ലാത്ത നല്ല തൈര. നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണോ ഉള്ളത്, ഒത്തിരി പുളി വേണ്ട കേട്ടോ, ലേശം പുളിയുള്ള തൈര് ഇതുപോലെ ഒഴിച്ച് നിറച്ച് ഉള്ളി ഉപ്പും ഇട്ട് ഈ കഞ്ഞിവെള്ളവും ചോറും ഉച്ചയ്ക്ക് എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പം നല്ല തണുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒഴിച്ച് ഇതുണ്ട് ഈ ഒരു പരുവത്തിൽ അടച്ച് വെച്ചാൽ നമ്മൾ പിറ്റേന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും. നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പഴങ്കഞ്ഞി ട്രൈ ചെയ്ത് നോക്കും. നല്ല മഴയൊക്കെ അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരി കപ്പപ്പുഴുക്കും കൂടെ ഉള്ളത് നല്ലതല്ലേ. അപ്പം ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ കേട്ടോ കപ്പ കൊത്തി കുക്കറിൽ അടച്ച് വെച്ചു. ഒറ്റ വിസിൽ മതി, കപ്പ വെന്ത് കിട്ടും. പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ അരപ്പും ഇതേപോലെ തന്നെ ഉള്ളിയും തേങ്ങായും പച്ചമുളകും ഒക്കെ ഇട്ട് റെഡിയാക്കി കുക്കറിൽ തന്നെ ഇതൊന്ന് പച്ചമണം മാറി വരുവോളം ആവി കയറ്റിയിട്ട് നല്ലപോലെ കുഴച്ചെടുത്തു. നല്ല കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ പുഴുക്ക് റെഡിയായി. പിന്നെ ഞാനിത് കൂൺ തോരനാട്ടോ ഉണ്ടാക്കണേ. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ കൂണ് മുളച്ച് മണ്ണിൽ നിന്ന് വരുമല്ലോ. ആ രുചിയുടെ ഒരു 80% രുചി ഈ കൂണിനുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കൂണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കൂണ് നന്നായിട്ട് കഴുകിയിട്ട് ആ കറുപ്പൊന്നും കളയണ്ട, അത് നല്ലതാണ്. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് ഇനി തോരനാക്കുക കേട്ടോ ഞാൻ ചെയ്യുന്ന. കൂണ് പല രീതിക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ തോരനാണ് പഴങ്കഞ്ഞിയുടെ കൂടെ ആയതുകൊണ്ട് ഉണ്ടാക്കുന്നത്. തേങ്ങയും സബോളയും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിടാം, പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും സാധനങ്ങളിട്ട് ഞാൻ തോരന് വേണ്ടി റെഡിയാക്കി. അപ്പോഴത്തേക്ക് അടുപ്പയിൽ കൂണ് വെച്ചു. ഇപ്പം നിറച്ച് തോന്നണല്ലേ, ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചുങ്ങി വരും. വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ഡയറക്റ്റ് പാത്രത്തിൽ കൂണ് അരിഞ്ഞതിട്ട് വെച്ചേക്കുക. നിറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ കാണാം കൂണീന്ന് തന്നെ നിറച്ച് ഇത് കണ്ടോ, ചുങ്ങി അങ്ങ് പോയത് കണ്ടോ, പെട്ടെന്ന് ചുങ്ങിപ്പോകുന്നുണ്ട്. നിറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ വെള്ളം തിളച്ച്, ഈ വെള്ളം ഒട്ടും ഞാൻ ഒഴിച്ചതല്ലല്ലോ, നന്നെ വെള്ളം ഇറങ്ങി തിളച്ച് കിടക്കുന്നതാണേ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഈ അരപ്പും കൂടെ എല്ലാം ഇട്ട് ഉപ്പ് നോക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, മസാലപ്പൊടിയായിട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി ഇനി തുറന്ന് വെച്ച് ഞാൻ വേവിക്കും. അപ്പോൾ ഇതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ കൂണുതോരൻ നല്ലപോലെ റെഡിയായി, നല്ല ടേസ്റ്റാണേ. പിന്നെ കഞ്ഞിയുടെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും വേണമല്ലോ എന്ന് വിചാരിച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും തിരുമ്മി തുണ്ടൻ മീനും റെഡിയാക്കാൻ വറുക്കാൻ വെച്ചു. പിന്നെ മാങ്ങാ ചമ്മന്തി, 2 മാങ്ങ എടുത്ത് അതും അരിഞ്ഞ് ചെത്തി ചമ്മന്തി റെഡിയാക്കി. അങ്ങനെ ചമ്മന്തി റെഡിയായിട്ടോ. ആ ചോറ് മാത്രം മതി, ഇത്രയൊന്നും വേണമെന്നില്ല, എന്നാലും ഇത്രയുണ്ട്, സൂപ്പറാണ്. മത്തി വരട്ടിയതും ഉപ്പിലിട്ട മാങ്ങായും കപ്പപ്പുഴുക്കും കൂണ് തോരനും കൊണ്ടാട്ടം മുളകും പിന്നെ മാങ്ങാ ചമ്മന്തി ഉണക്കമീൻ വറുത്തതും നെല്ലിക്ക ഉപ്പിലിട്ടതും ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ കഞ്ഞി ഇങ്ങനെയായി പിറ്റേ ദിവസത്തേക്ക് കിട്ടി. നല്ല രുചിയാട്ടോ, മോരും എല്ലാം പിടിച്ച്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മഴക്കാലമൊക്കെ അല്ലേ, വിശപ്പ് മാറാൻ ഏറ്റവും നല്ല സംഭവമാണ്. അതിനുശേഷം ഈ കപ്പപ്പുഴുക്കും മീനും ഈ ഉണക്കമീൻ വറക്കുമ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായി കുഞ്ഞുള്ളി ഇങ്ങനെ കൂടെ ഉണക്കമീൻ്റെ വറുത്ത് കഴിക്കാൻ. എല്ലാം ഞെരടി കഴിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി കേട്ടോ. മോരും ഉള്ളി ഉപ്പും മാത്രം മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.